സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വിക്ക് റിവിഷൻ ആണ്. നിങ്ങൾക്ക് ഉത്തരങ്ങളെല്ലാം കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധനകൾ നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധനകൾ നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ശലഭം. പദ്ധതിയുടെ പേര് ശലഭം. സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിൽക്കുന്ന പദ്ധതി ഏതാണ്? സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിൽക്കുന്ന പദ്ധതിയാണ് സുജലം. പദ്ധതിയുടെ പേര് സുജലം. എത്ര രൂപയ്ക്കാണ്? 10 രൂപയ്ക്ക്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിൻ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷ വകുപ്പുമായിട്ട് സഹകരിച്ച ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് നെല്ലിക്ക. ക്യാമ്പയിന്റെ പേര് നെല്ലിക്ക. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് ജയശങ്കർ ആണ്. എസ് ജയശങ്കർ. പുസ്തകത്തിന്റെ പേര് വൈ ഭാരത് മാറ്റേഴ്സ്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേര്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാനായിട്ട് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. അമൃത് എന്ന് പറയുമ്പോൾ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നതാണ്. പേര് ഓപ്പറേഷൻ അമൃത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ mRNA വാക്സിൻ ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ mRNA വാക്സിൻ ആണ് ജെംകോവാക് OM എന്നത്. ജെംകോവാക് OM. വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയ ജില്ല ഏതാണ്? വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയ ജില്ല എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ല. മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ ആരായിരുന്നു? മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ ഹേമലത. ദൂരദർശനിലായിരുന്നു ഹേമലത. ലോക്സഭാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? ലോക്സഭാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹനായ മലയാളി പി മുരളീധരൻ ആണ്. കൊല്ലം ജില്ലയിലുള്ള പി മുരളീധരൻ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കേരള യൂണിറ്റ് മേധാവിയായിട്ട് 2024 ജനുവരിയിൽ ചുമതലയേറ്റത് ആരാണ്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കേരള യൂണിറ്റ് മേധാവി ആരാണ്? ഡോക്ടർ വി അമ്പിളിയാണ്. ഡോക്ടർ വി അമ്പിളി. മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം ഏതാണ്? മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം 525 രൂപ നാണയമാണ്. 525 രൂപ നാണയം പുറത്തിറക്കിയത് ആരുടെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് ചോദിക്കാം. ആരുടേതാണ്? മീരാഭായിയുടേതാണ്. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ഡിജി കേരളം. പദ്ധതിയുടെ പേര് ഡിജി കേരളം. 2024 മാർച്ചിൽ നടന്ന അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത ആരാണ്? 2024 മാർച്ചിൽ നടന്ന അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത ഷീന റാണിയാണ്. ഷീന റാണി. 2024 ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തേതാണ്? 2024 ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഫിൻലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 126. ഒന്നാം സ്ഥാനം ഫിൻലൻഡ്. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി.
പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി കെ റൈസ് ആണ്. പദ്ധതിയുടെ പേര് കെ റൈസ്. 2024 മാർച്ചിൽ വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പദ്ധതി ഏതാണ്? 2024 മാർച്ചിൽ വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പദ്ധതിയാണ് സ്നേഹാരാമം. സ്നേഹാരാമം എന്തു പദ്ധതിയാണ്? ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ നാഷണൽ സർവീസ് സ്കീം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമം. വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ചു കേരളത്തിലെ ഈ പദ്ധതിക്ക്. അടുത്ത ചോദ്യം, 65ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത്? 65ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് കോഴിക്കോടാണ്. കോഴിക്കോട്. 2024 മാർച്ചിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കണായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? 2024 കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കണായിട്ട് തെരഞ്ഞെടുത്തത് ശീതൽ ദേവിയെയാണ്. പാരാ അമ്പെയ്ത്ത് താരം ശീതൽ ദേവിയെയാണ് ഇലക്ഷൻ കമ്മീഷൻ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കണായിട്ട് തെരഞ്ഞെടുത്തത്. അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം, ഇന്റർനാഷണൽ മൈഗ്രൻസ് ഡേ എന്നാണ് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമായിട്ട് ആചരിക്കുന്നത്. ഡിസംബർ 18 ആണ്. ഡിസംബർ 18 അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആരാണ്? സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? യു ഷറഫ് അലിയാണ്. യു ഷറഫ് അലി. 2024 ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായിട്ട് ഭാരത് രത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? 2024 ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായിട്ട് ഭാരത രത്ന ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥൻ ആണ്. MS സ്വാമിനാഥൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ. ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും അടങ്ങിയ സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയ നാസയുടെ ബഹിരാകാശ ദൗത്യം ഏത് ചിഹ്നഗ്രഹത്തിൽ നിന്നുമാണ്? ബെന്നു എന്ന ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും അടങ്ങിയ സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയ നാസയുടെ ബഹിരാകാശ ദൗത്യമാണ് ഒസിരിസ് റെക്സ് എന്നത്. ഒസിരിസ് റെക്സ് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്ന? ബെന്നു ചിഹ്നഗ്രഹവുമായിട്ടാണ്. ഒസിരിസ് റെക്സ്. 2024 ഫെബ്രുവരിയിൽ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണ്? 2024 ഫെബ്രുവരിയിൽ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരാണ് PV നരസിംഹറാവുവും ചൗധരി ചരൺ സിംഗും. PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ് ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായി 2024 ഫെബ്രുവരിയിൽ. ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ NVS-01 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ NVS-01 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് GSLV Mark II F-12 ആണ്. GSLV Mark II F-12. ഖത്തർ ലോകകപ്പിലെ ജേതാക്കളാര്? ഖത്തർ ലോകകപ്പിലെ ജേതാക്കളായത് അർജന്റീനയാണ്. 2ാം സ്ഥാനം. റണ്ണറപ്പ് ഫ്രാൻസ്. ലോക ORS ദിനം. ലോക ORS ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 29 ആണ്. ജൂലൈ 29. പാമ്പുകളുടെ സംരക്ഷണവും അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണവും ലക്ഷ്യമാക്കി വനം വകുപ്പ് ആരംഭിച്ച ആപ്പ് ഏതാണ്? വനം വകുപ്പ് ആരംഭിച്ച ആപ്പിന്റെ പേരാണ് സർപ്പ. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ ആണ്. A. ഷാജഹാൻ. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർപേഴ്സൺ. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർപേഴ്സൺ VK രാമചന്ദ്രൻ ആണ്. VK രാമചന്ദ്രൻ. സംസ്ഥാന ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രി. സംസ്ഥാന ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ് ആണ്. വീണ ജോർജ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ ശ്രീമതി വിജയഭാരതി സയാനിയാണ്. ശ്രീമതി വിജയഭാരതി സയാനി. ഗംഗാ നദിയുടെ ഗുണനിലവാരം തത്സമയം നിരീക്ഷിക്കാൻ അനുവദിക്കുന്ന ഫ്ലോ ഇക്കോളജിക്കൽ മോണിറ്ററിംഗ് സിസ്റ്റം വികസിപ്പിച്ചത്?
ഗംഗാ നദിയുടെ ഗുണനിലവാരം തത്സമയം നിരീക്ഷിക്കാൻ അനുവദിക്കുന്ന ഫ്ലോ ഇക്കോളജിക്കൽ മോണിറ്ററിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയാണ്. നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. 2024 ജൂണിൽ കേരള നിയമസഭാ സെക്രട്ടറിയായി നിയമിതനായത്. 2024 ജൂണിൽ കേരള നിയമസഭാ സെക്രട്ടറി, ഇപ്പോഴത്തെ കേരള നിയമസഭാ സെക്രട്ടറി ആരാണ്? ഡോക്ടർ എൻ കൃഷ്ണകുമാർ ആണ്. ഡോക്ടർ എൻ കൃഷ്ണകുമാർ. ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സംയോജിത ജനറേറ്റർ മോണിറ്ററിംഗ് കൺട്രോൾ സിസ്റ്റം. ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സംയോജിത ജനറേറ്റർ മോണിറ്ററിംഗ് കൺട്രോൾ സിസ്റ്റമാണ് വിദ്യുത് രക്ഷക് എന്നത്. വിദ്യുത് രക്ഷക്, സംയോജിത ജനറേറ്റർ മോണിറ്ററിംഗ് കൺട്രോൾ സിസ്റ്റം. 2024 കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത്. 2024 കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് കാസർഗോഡാണ്. കാസർഗോഡ്. G20 2024 അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ബ്രസീലാണ്. G20 2024 അധ്യക്ഷ സ്ഥാനം ബ്രസീൽ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം PT ഉഷയാണ്. PT ഉഷ. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് ആര്? റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് അഖിൽ P ധർമ്മജനാണ്. അഖിൽ P ധർമ്മജൻ. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആര്? സിയാച്ചിനിൽ ആദ്യമായിട്ട് നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ്. ക്യാപ്റ്റൻ ഗീതിക കൗൾ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് WIFS എന്നതാണ്. വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ. WIFS. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്ത്? കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബാലമിത്ര. പദ്ധതിയുടെ പേര് ബാലമിത്ര. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA, പേര് JT60SA, ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ജപ്പാനിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് ജപ്പാനിലാണ്. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023. 2024 ഏത് വർഷമാണ്? അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് ആചരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത്? സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് ആർദ്രം. പദ്ധതിയുടെ പേര് ആർദ്രം. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ്. 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആര്? 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്ര രൂപയാണ്? അഥവാ എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത്? 75 രൂപ നാണയമാണ് പുറത്തിറക്കിയത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയ പുതിയ നാണയമാണ് 75 രൂപ നാണയം. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി അറിയപ്പെടുന്നത് സംവിധാൻ സദൻ എന്നാണ്. സംവിധാൻ സദൻ. ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു? ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലാണ്. ഇസ്രായേൽ. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായിട്ട് ഏർപ്പെടുത്തിയ പുതിയ അവാർഡ്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായിട്ട് ഏർപ്പെടുത്തിയ പുതിയ അവാർഡാണ്
രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ ആർക്കാണ് നൽകുന്നത്? ശാസ്ത്രജ്ഞർക്കാണ്. ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ. ചന്ദ്രനിൽ അവസാനമായിട്ട് കാലുകുത്തിയത് യൂജിൻ സെർമൻ ആണ്. യൂജിൻ സെർമൻ. ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ്? ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ PR ശ്രീജേഷിൻ്റെതാണ്. ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ മലയാളി കായിക താരം PT ഉഷ. ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി. ഇത് ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി. ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ചെനാബ് നദിക്ക് കുറുകെയാണ്. ചെനാബ് നദി. ISRO 2023 സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യം ഏതാണ്? ISRO 2023 സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യം ആദിത്യ L1 ആണ്. ആദിത്യ L1 വിക്ഷേപിച്ച ഡേറ്റ് ആണ് 2023 സെപ്റ്റംബർ 2. ഇന്ത്യയുടെ സൂര്യദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ആദിത്യ L1 വിക്ഷേപിച്ചത് എവിടെ നിന്നുമാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ്. ഇതിൽ ആദിത്യ L1 എന്ന പേരിലുള്ള L1 എന്നത് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ലാഗ്രാഞ്ചിയൻ പോയിന്റ് 1 എന്നതിനെയാണ് L1 സൂചിപ്പിക്കുന്നത്. ലാഗ്രാഞ്ചിയൻ പോയിന്റ് 1. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതെന്നാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23 തീയതിയാണ്. 2023 ഓഗസ്റ്റ് 23. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി. എഴുത്തച്ഛൻ പുരസ്കാരം 2023 SK വസന്തനാണ്. SK വസന്തൻ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി. പദ്ധതിയുടെ പേര് കെടാവിളക്ക് എന്നാണ്. സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള, എത്രാം ക്ലാസ് വരെ? 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യത്തെ താരം. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 107 ആണ്. 107. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ആദിത്യ L1. 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആരാണ്? സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസ് ആണ്. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ. പുതിയ കേരള ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാറാണ്. ജസ്റ്റിസ് N അനിൽകുമാർ. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ മലയാളി ഗോളി PR ശ്രീജേഷിന്റെ ആത്മകഥയുടെ പേര്. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ മലയാളി ഗോളി PR ശ്രീജേഷിന്റെ ആത്മകഥയുടെ പേരാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ എന്നത്. ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ. വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി നടപ്പാക്കുന്ന പ്രീ പ്രൈമറി ശാക്തീകരണ പരിപാടി. വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായിട്ട് നടപ്പാക്കുന്ന പ്രീ പ്രൈമറി ശാക്തീകരണ പരിപാടിയാണ് ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ്. ഭാല. ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ്. കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ലക്ഷ്യമിട്ടുള്ള പദ്ധതി. കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് K-ലിഫ്റ്റ്. കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. K-ലിഫ്റ്റ്. കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ പാലം. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ പാലം
ചെനാബ് റെയിൽവേ പാലമാണ്. ജമ്മു കാശ്മീരിലെ ചെനാബ് റെയിൽവേ പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ പാലം. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ ലഭിച്ചത്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ ലഭിച്ചത് KG പൗലോസിനാണ്. KG പൗലോസ്. അടുത്തിടെ GI ടാഗ് ലഭിച്ച കേരളത്തിലെ വനോൽപ്പന്നം. നിലമ്പൂർ തേക്കാണ്. നിലമ്പൂർ തേക്ക്. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അഡോൾഫ് ആൻഡ് എസ്തർ ഗോട്ട്ലിബ് ഫൗണ്ടേഷന്റെ 2024 ചിത്രകലാ പുരസ്കാരം നേടിയ മലയാളി. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അഡോൾഫ് ആൻഡ് എസ്തർ ഗോട്ട്ലിബ് ഫൗണ്ടേഷന്റെ 2024 ചിത്രകലാ പുരസ്കാരം നേടിയ മലയാളിയാണ് പ്രദീപ് പുത്തൂർ. 2024 തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാല്യകാല സഖി പുരസ്കാരത്തിന് അർഹനായത്. 2024 ബഷീർ ബാല്യകാല സഖി പുരസ്കാരത്തിന് അർഹനായത് MN കാരശ്ശേരിയാണ്. MN കാരശ്ശേരി. കടലാക്രമണം, കടൽക്ഷോഭം എന്നിവ മൂലം വീട് നഷ്ടപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി. കടലാക്രമണം മൂലം വീട് നഷ്ടപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതിയാണ് പുനർഗേഹം. പദ്ധതിയുടെ പേര് പുനർഗേഹം. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം. ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ യൂറോ കപ്പുകളിൽ പങ്കെടുക്കുന്ന താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. ഏറ്റവും കൂടുതൽ യൂറോ കപ്പുകളിൽ പങ്കെടുക്കുന്ന താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ. മൈക്രോസോഫ്റ്റിനെയും ആപ്പിളിനെയും മറികടന്ന് ലോകത്തെ ഏറ്റവും വിപണി മൂല്യമേറിയ കമ്പനി എന്ന നേട്ടം കൈവരിച്ച ചിപ്പ് നിർമ്മാണ കമ്പനിയാണ് എൻവിഡിയ. ധ്വനിപ്രയാണം ആരുടെ ആത്മകഥയാണ്? ധ്വനിപ്രയാണം M. ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം. ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ കളിച്ച താരം. ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ കളിച്ചത് ലയണൽ മെസ്സിയാണ്. ലയണൽ മെസ്സി. ലോകബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിച്ച രാജ്യം ഏതാണ്? ലോകബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിച്ച രാജ്യം ഇന്ത്യ. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാര ജേതാവായ ഇന്ത്യക്കാരി സഞ്ജന ഠാക്കൂറാണ്. സഞ്ജന ഠാക്കൂർ. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം നേടിയത്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം നേടിയത് ആനന്ദ് പട്വർദ്ധനാണ്. ആനന്ദ് പട്വർദ്ധൻ. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുവാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനം. കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുവാനായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. 2024 ജൂണിൽ റാംസാർ പട്ടികയിൽ ഇടം നേടിയ ബീഹാറിൽ നിന്നുള്ള 2 പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? 2024 ജൂണിൽ റാംസാർ പട്ടികയിൽ ഇടം നേടിയ ബീഹാറിൽ നിന്നുമുള്ള ബീഹാറിൽ നിന്നുമുള്ള 2 പക്ഷി സങ്കേതങ്ങളാണ് നാഗി അതുപോലെ നക്തി എന്നീ 2 പക്ഷി സങ്കേതങ്ങൾ. നാഗി പക്ഷി സങ്കേതവും നക്തി പക്ഷി സങ്കേതവും. ഏഷ്യ പസഫിക്കിലെ ബെസ്റ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ് റെഗുലേറ്റർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? ഏഷ്യ പസഫിക്കിലെ ബെസ്റ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ് റെഗുലേറ്റർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ സ്ഥാപനം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. സെബിയാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 2024 UFC അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് വനിതാ സ്ട്രോവെയ്റ്റ് വിഭാഗത്തിൽ ജേതാവായ ഇന്ത്യൻ താരം പൂജ തോമറാണ്. പൂജ തോമർ. അടുത്തിടെ ചൊവ്വയിൽ കണ്ടെത്തപ്പെട്ട ഗർത്തങ്ങൾക്ക് നൽകിയ പേര് ലാൽ, മുർസാൻ, ഹിൽസ എന്നിവയാണ്. ലാൽ, മുർസാൻ, ഹിൽസ എന്നീ ഗർത്തങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് ഗ്രഹത്തിലാണ്? ചൊവ്വയിലാണ്. ചൊവ്വ.
കേരളത്തിലെ നാടൻ കലകളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കേരളത്തിലെ നാടൻ കലകളുടെ പ്രചാരത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട്. പഠനത്തിലെ അറിവുകൾ വിപണിയുമായി ബന്ധിപ്പിക്കാൻ 2024 ജൂണിൽ സ്റ്റാർട്ടപ്പ് സെൽ ആരംഭിച്ച സർവകലാശാല ഏതാണ്? പഠനത്തിലെ അറിവുകൾ വിപണിയുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് സ്റ്റാർട്ടപ്പ് സെൽ ആരംഭിച്ച സർവകലാശാല കേരള സാങ്കേതിക സർവകലാശാലയാണ്. കേരള സാങ്കേതിക സർവകലാശാല. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആർ ശ്യാംകൃഷ്ണനാണ്. മീശക്കള്ളൻ എന്ന ചെറുകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ആർ ശ്യാംകൃഷ്ണൻ. ISRO തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. ചൊവ്വയിൽ ഒരു റോവർ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? ചൊവ്വയിൽ ഒരു റോവർ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ഡോക്ടർ അക്ഷത കൃഷ്ണമൂർത്തി. ഡോക്ടർ അക്ഷത കൃഷ്ണമൂർത്തി. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ്. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് കാർലോസ് അൽക്കാരസ് ആണ്. സ്പെയിൻ താരം കാർലോസ് അൽക്കാരസ്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ഇഗ സ്വീടെക് ആണ്. പോളണ്ട് താരം ഇഗ സ്വീടെക്. ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത രാജ്യം. ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യക്കാണ്. ഇന്ത്യ. രാജ്യത്ത് ആദ്യമായി കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനായി AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിംഗ് നിലവിൽ വരുന്ന സ്ഥലം. സ്മാർട്ട് ഫെൻസിംഗ് നിലവിൽ വരുന്നത് ചെതലയമാണ്. വയനാട് ജില്ലയിലെ ചെതലയം. സമ്പൂർണ്ണ പേവിഷമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കൊല്ലം കോർപ്പറേഷനും മൃഗസംരക്ഷണ വകുപ്പും ആരംഭിച്ച പദ്ധതി. സമ്പൂർണ്ണ പേവിഷമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലെത്താൻ കൊല്ലം കോർപ്പറേഷനും മൃഗസംരക്ഷണ വകുപ്പും ആരംഭിച്ച പദ്ധതിയാണ് കാവ, കമ്പാഷൻ ഫോർ ആനിമൽസ് വെൽഫെയർ അസോസിയേഷൻ. പദ്ധതിയുടെ പേര് കാവ. ഗാന്ധിജി ഉൾപ്പെടെ ഇന്ത്യ ചരിത്രത്തിലും സംസ്കാരത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും സുപ്രധാന സംഭാവനകൾ നൽകിയ 15 നേതാക്കളുടെ പ്രതിമകൾ സ്ഥിതി ചെയ്യുന്ന പാർലമെന്റ് വളപ്പിലെ സ്ഥലം. പ്രേരണാസ്ഥൽ. എത്ര നേതാക്കളുടെ പ്രതിമകളാണ്? 15 നേതാക്കളുടെ പ്രതിമകൾ. പേര് പ്രേരണാസ്ഥൽ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2024 റിപ്പോർട്ട് പ്രകാരം ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6 ആണ്. 1-ാം സ്ഥാനം റഷ്യക്കാണ്. 1-ാം സ്ഥാനം റഷ്യ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.